യെസ്, അങ്ങനെ വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം തേവലക്കരയിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ നിരന്തരം നൽകിയത്. അതിൽ അധികൃതരുടെ അനാസ്ഥയും അവരുടെ ആലോചനയില്ലായ്മയും ഒക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നെങ്കിൽ ഇന്നും സമാനമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയാണ്. തിരുവനന്തപുരത്താണ് ലൈൻ പൊട്ടി വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. 19-കാരൻ അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അപകടമുണ്ടായത്. ബൈക്കിലുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, വളരെ ദാരുണമായ ഒരു അപകട വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കാനുള്ളത്. 19-കാരനാണ് മരിച്ചത്. അപ്പോൾ ഈ ലൈൻ പൊട്ടി വീണത് രാത്രിയിൽ എങ്ങാനും ആയിരിക്കണം എന്നുള്ള നിഗമനം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രക്ഷപ്പെട്ട ആളുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സനിസ? ജെസി, 2 മണിയോടെയാണ് ഇത്തരത്തിൽ നെടുമങ്ങാട് പനയമുട്ടത്ത് ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ 3 പേർ, ഈ അക്ഷയ അടക്കം 3 പേർ സഞ്ചരിച്ച് കാറ്ററിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഇവർ വാഹനവുമായി അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഒരു മരത്തിന്റെ ചില്ല പൊട്ടി വീഴുന്നു. അതിനൊപ്പം തന്നെ പോസ്റ്റും റോഡിലേക്ക് വീണു. ഇന്നലെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. അതിൽ ഈ മരത്തിന്റെ ചില്ലയും പോസ്റ്റും ഒരുമിച്ച് പൊട്ടി വീഴുകയായിരുന്നു. ഉടനെ തന്നെ അക്ഷയ്ക്ക് ഷോക്ക് ഏൽക്കുകയും ഉടനെ തന്നെ അക്ഷയ് മരിക്കുകയുമായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന അവർ പറയുന്നത്. ഒരു നാട്ടുകാരൻ ഇത് വിശദീകരിക്കുകയും ഉണ്ടായി. അക്ഷയ് ഉടനെ തന്നെ മരിക്കുകയും തുടർന്ന് ഇവർ KSEBയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ KSEB ഒരു തൽക്ഷണം എത്താമെന്ന് പറഞ്ഞെങ്കിലും അക്ഷയുടെ ശരീരം ഇവർ കയറോ മുണ്ടോ കെട്ടി അവിടെ നിന്ന് വലിക്കുകയായിരുന്നു. ഷോക്കേറ്റ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വലിച്ചു മാറ്റി പിന്നീട് ആംബുലൻസിന് ഇവർ ശ്രമിച്ചെങ്കിലും ആംബുലൻസ് ലഭിക്കാത്ത പക്ഷം ഇവർ ഒരു കാറിൽ അക്ഷയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കിഴക്കേക്കോട്ട എത്തുമ്പോഴാണ് അക്ഷയുടെ ശരീരം ആംബുലൻസിലേക്ക് മാറ്റിയത്. തുടർന്ന് ഈ കൂടെയുണ്ടായിരുന്ന അക്ഷയുടെ കൂടെയുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്ക് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. അക്ഷയാണ് വാഹനം ഓടിച്ചിരുന്നത്. സ്കൂട്ടർ ഓടിച്ചിരുന്നത് അക്ഷയാണ്. അക്ഷയ് തൽക്ഷണം തന്നെ ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. മറ്റു 2 പേർക്കും യാതൊരു പ്രശ്നവുമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ജിൽസി, ഇതിൽ പ്രധാനമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അപകടം നടന്നപ്പോൾ തന്നെ ശബ്ദം കേട്ട് നാട്ടുകാർ അവിടെ എത്തിയിരുന്നു. നാട്ടുകാരാണ് ഈ അക്ഷയുടെ രക്ഷാപ്രവർത്തനം, അക്ഷയുടെ ബാക്കി 2 പേരുടെ രക്ഷാപ്രവർത്തനം ഒക്കെ നടത്തിയത്. നാട്ടുകാർ തൽക്ഷണം തന്നെ KSEBയെ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോൾ എത്താമെന്ന് പറഞ്ഞ KSEB ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്ന് അക്ഷയുടെ മൃതശരീരം അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം പിന്നീടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ശേഖരിക്കേണ്ടതുണ്ട് ജിൽസി. ശരി സനിസ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ആ കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടെ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ്, കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ വീട്ടിലെ കണ്ണീരുണങ്ങിയിട്ടില്ല. അതിനു മുൻപാണ് അത്തരത്തിൽ ഷോക്കേറ്റുള്ള ഒരു അപകട മരണ വാർത്ത വീണ്ടും വരുന്നത്. ഇക്കാര്യത്തിൽ സനിസ സൂചിപ്പിച്ചതുപോലെ തന്നെ KSEB സാധാരണഗതിയിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ കണക്ഷൻ വിച്ഛേദിക്കാറുണ്ട്. അത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ KSEB കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ അനുമാനിക്കാം. പക്ഷേ ഈ മരണശേഷവും പിന്നീട് എത്താൻ KSEB അധികൃതർ വൈകി എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇതിനിടയിലുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നാൽ പോലും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. അത് എത്രത്തോളം ഗൗരവത്തിൽ സർക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് കൂടെ സംശയമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ സേഫ് ഈ അവസരത്തിൽ നൽകാൻ കഴിയും? പയ്യൻ, ഈ 19 വയസ്സുള്ള അക്ഷയ് എന്ന് പറയുന്ന പയ്യൻ, അദ്ദേഹം ഡിഗ്രി പഠിക്കുകയാണ്. ഡിഗ്രിക്ക് ഓൺലൈനായിട്ട് ഒരു കോഴ്സിന് ചേർന്നിട്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അക്ഷയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്, ഒരു ചേട്ടനുണ്ട്. അക്ഷയ് ഇങ്ങനെ കാറ്ററിംഗ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എല്ലാ ചെറുപ്പക്കാരും, സാധാരണ നാട്ടിൽ പോകുന്ന ചെറുപ്പക്കാരൊക്കെ പോകുന്ന പോലെ അക്ഷയും ഈ കാറ്ററിംഗ് ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇന്നലെ പിരപ്പൻകോട് എന്ന് പറയുന്ന, തിരുവനന്തപുരത്ത് പിരപ്പൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്യാണത്തിന്റെ കാറ്ററിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അക്ഷയുടെ സുഹൃത്തുക്കളും എല്ലാം കൂടി കാറ്ററിംഗ് ജോലിക്ക് പോയി. രാത്രി ഒരു 10:45 കഴിഞ്ഞു അവിടുത്തെ ജോലി കഴിയുമ്പോൾ. അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നില്ലേന്ന് അച്ഛൻ ചോദിക്കുന്നു. കഴിച്ചിട്ടിറങ്ങാം എന്ന് അക്ഷയ് തിരികെ മറുപടി നൽകുന്നുണ്ട്. 10:45 ആ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം അക്ഷയുടെ കൂട്ടുകാരും 2 ബൈക്കിലായിട്ട് 4 പേരുണ്ടായിരുന്നു. 2 ബൈക്കിലായിട്ട് 4 പേര് വരികയും പനയമുട്ട എന്ന സ്ഥലത്തിന് തൊട്ട് മുമ്പ് ഈ രണ്ടാമത്തെ ബൈക്ക് ഓടിച്ചിരുന്ന ആളുടെ വീടെത്തുകയും
അതിൽ നിന്ന് അയാൾ ആ ബൈക്ക് മാറ്റി ആ ബൈക്കിന്റെ പുറകിലുണ്ടായിരുന്നയാൾ ഈ ബൈക്കിലേക്ക് കയറി. അങ്ങനെ 3 പേർ യാത്ര ചെയ്ത് വരികയായിരുന്നു. ഈ പനയമുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്ന സമയത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച്, ഒരു പ്രാഥമികമായ വിവരം അനുസരിച്ച് അവിടെ കഴിഞ്ഞ കുറെ ദിവസമായി മഴയുണ്ടായിരുന്നു. അവിടെ റബ്ബർ വെച്ച് വളർത്തുന്ന സ്ഥലമാണ്. അവിടെ ഈ മഴയത്ത് ഇങ്ങനെ കാറ്റടിച്ച് ഈ റബ്ബർ നേരെ പോസ്റ്റിലേക്ക് തട്ടുകയും പോസ്റ്റും വൈദ്യുതി കമ്പിയും കൂടി റോഡിലേക്ക് വീഴുകയും ചെയ്തു. അത് ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പാണോ ഉണ്ടായത് അതോ അതിന് കുറെ മുമ്പാണോ ഉണ്ടായത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ബൈക്ക് വരുമ്പോ ഇവർ ഈ കണ്ടില്ല, ഈ ചെറുപ്പക്കാര് 3 പേരും ഇത് കണ്ടില്ല, റോഡിൽ കിടക്കുന്നത് കണ്ടില്ല. അങ്ങനെ വണ്ടി ഇടിച്ച് നേരെ അക്ഷയുടെ കാല് ഈ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് അപ്പോൾ തന്നെ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സമയത്ത്, ഈ വീണ സമയത്ത് തന്നെ മറ്റ് 2 പേരും കുറച്ച് പുറകിലോട്ടായി പോയത് കൊണ്ട് അവർക്ക് 2 പേർക്ക് മറ്റ് അപകടങ്ങൾ പറ്റിയിട്ടില്ല. പക്ഷെ അവർ മെന്റൽ ട്രോമയിലാണ് ഉള്ളതെന്നാണ് നമുക്ക് നാട്ടുകാരോട് ചിലരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടെ വന്ന അയാൾ പെട്ടെന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സാധാരണ മാനസികാവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് അവരുള്ളത്. അതുകൊണ്ട് അവരോട് ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ പറ്റിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഒരുപാട് വാഹനങ്ങൾ, നമ്മളിപ്പോ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു നെടുമങ്ങാടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണെന്നാണ് കരുതിയത്. പക്ഷെ ഇതൊരു ഗ്രാമപ്രദേശമാണ്. പനവൂരിൽ നിന്ന് പനയമുട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്ന ഒരു ഗ്രാമപ്രദേശം. അവിടെ ഒരുപാട് കടകളൊന്നുമില്ല, കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. ആ കടകളും രാത്രി ഒരു 8 മണിക്കപ്പുറം അങ്ങനെ പ്രവർത്തിക്കുന്ന കടകളല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ഈ അപകടം ഉണ്ടായ ഉടനെ തന്നെ ഒരുപാട് നാട്ടുകാരൊന്നും വന്നിട്ടില്ലെങ്കിലും കുറച്ചുപേർ എന്തോ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അവർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് അവർ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനകത്ത് ആരെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊരു നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ അതിന് കൂടുതൽ വസ്തുത നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അത് വിശദമായ പരിശോധനയ്ക്കൊടുവിൽ മാത്രമേ ഇത് ആരെങ്കിലും ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരിക ഉള്ളൂ. ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനുണ്ട്, അമൽ എന്നാണ് ആ പയ്യന്റെ പേര്. ഞാനത് നമ്മൾ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. അമലിനെ വിളിച്ചവർ പക്ഷെ അവർ കൂടുതൽ പ്രതികരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുത്തെ മെമ്പറോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷെ പുള്ളി അവൈലബിൾ ആയിട്ടില്ല. എന്തായാലും അതിന് വിശദമായ പരിശോധന ഇനിയിപ്പോ നടക്കേണ്ടിയിരിക്കുന്നു. സൈഫ്, അതായത് അക്ഷയ് ഈ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നോ? അപ്പോൾ തന്നെ മരിച്ചു എന്നാണ് നമുക്ക് ഇപ്പൊ ലഭിക്കുന്ന വിവരം. കാരണം അത് അക്ഷയുടെ കാല് നേരെ ഈ വൈദ്യുതി കമ്പിയിലാണ് തട്ടുന്നത്. ആ സമയത്ത് മറ്റുള്ള പുറകിലുണ്ടായിരുന്ന 2 പേരും കുറച്ച് വീണതിന്റെ ആഘാതത്തിലായിരിക്കാം കുറച്ച് പുറകിലോട്ട് പോവുകയും അക്ഷയ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷോക്കേറ്റ് മരിക്കുകയും ചെയ്തു. അവിടെ ഇവരെന്ത് ബഹളം കൂട്ടിയിട്ട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കി. പക്ഷെ ആശുപത്രിയിൽ എത്തുന്ന സമയം മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് നിലവിൽ അക്ഷയുടെ മൃതദേഹം ഉള്ളത്. അതിനകത്ത് ഇനി അറിയേണ്ടത് നമുക്ക് ഇനി വീഴ്ച ആരെങ്കിലും ഭാഗത്ത് പറ്റിയിട്ടുണ്ടോ, ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് നാട്ടുകാർ അറിഞ്ഞില്ലേ, ഇനി അത് അറിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് മാറ്റാതിരുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത എന്തായാലും വരും സമയങ്ങളിൽ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ജിൽസി ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ തേവലക്കരയിലെ അതിന്റെ ആ നോവ് ഇതുവരെ മാറിയിട്ടില്ല ജനങ്ങൾക്ക്. ആ നോവ് മാറുന്നതിനിടയിലാണ് വീണ്ടും ഇങ്ങനെ ഒരു 19 വയസ്സുകാരൻ ഇങ്ങനെ റോഡിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോകുന്നത്. ജിൽസി, സൈഫ, മഴക്കാലമാണ്, അപ്പോൾ ഇത്തരം അപകടങ്ങളൊക്കെ കരുതിയിരിക്കണമെന്നൊക്കെ നമ്മൾ നിരന്തരം പറയാറുണ്ടെങ്കിലും പക്ഷേ ഈ രാത്രിയിലൊക്കെ പോകുമ്പോൾ ഇതൊന്നും സാധാരണഗതിയിൽ കാണാൻ കഴിയാറില്ല എന്നുള്ളത് കൂടിയാണ്. നമ്മുടെ എല്ലാ സ്ഥലത്തും ഒന്നും അങ്ങനെ തെരുവിളക്കളൊന്നും കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം അപകടങ്ങളെ ഒരുപക്ഷെ കരുതിയിരുന്ന് പ്രതിരോധിക്കുക എന്നുള്ളത് അസാധ്യമാണല്ലേ? അതെ, നമ്മൾ ഈ പെട്ടെന്നുണ്ടാവുന്ന ഈ സംഭവങ്ങളെ ഇപ്പോ പ്രകൃതി ദുരന്തം പോലെയാണ് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി നമ്മൾ കാണേണ്ടത്. പെട്ടെന്ന് ഇപ്പോ ഉണ്ടാവുന്നത്, ഇപ്പോ ഞാനവിടെ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇത് ആ സമയത്താണോ ഇത് പൊട്ടി വീണത്, ഇവര് ബൈക്കിൽ നിന്ന് വരുന്ന സമയത്താണോ ഇത് പൊട്ടി വീണത്, അതോ ഇതിന് കുറച്ച് മുമ്പ് ഇത് പൊട്ടി വീണിട്ട് ആരും അറിയാതിരുന്നതാണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ വാഹനം പോകുന്നതിന് ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ്, ഇവരുടെ ഈ ബൈക്ക് പോകുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് മറ്റൊരു കാറ് അതുവഴി പോയതായിട്ട് നമ്മൾ അയച്ചൊരു ബൈക്ക് ഉണ്ട്. അതിനകത്ത് ആ നാട്ടുകാരൻ, അയാളത് ഇറച്ചി വെട്ടുന്ന ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഒരു ബൈക്ക് ഇങ്ങനെ പോകുന്നതിന് മുമ്പ് കുറച്ച് ഒരു കാർ ഇങ്ങനെ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിരന്തരമായി വാഹനം പോകുന്ന ഒരു സ്ഥലമല്ല. ഇപ്പൊ നെടുമങ്ങാട് ടൗൺ ആണ് എന്നുണ്ടെങ്കിൽ നിരന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഹനം പോകുന്ന സ്ഥലമാണ്. ഇതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ
എപ്പോഴും വാഹനം പോവുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും റോഡിൽ ഇത് വീണ് കിടന്നാൽ ഒരുപക്ഷെ അറിയുകയോ ചെയ്യില്ല. കാരണം ഗ്രാമപ്രദേശങ്ങൾ സാധാരണഗതിയിൽ 12 മണി 1 മണി എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ അങ്ങനെ അധികം വാഹനങ്ങളൊന്നും പോകുന്നതല്ല. ഇപ്പോ കേട്ടനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 10:45 അച്ഛനെ വിളിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങുമെന്ന് അച്ഛനോട് അക്ഷയ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു അരമണിക്കൂർ സമയം കൂടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഈ പിരപ്പൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. ഇപ്പൊ 11:15 ഇറങ്ങിയാൽ ഒരു 11:45 ഒരു 12 മണിയോടുകൂടി ആയിരിക്കാം ചിലപ്പോൾ ഈ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ കട തുറന്നിരിക്കുന്ന സമയമല്ല. അവിടെ 8 മണി കഴിഞ്ഞാൽ പിന്നെ കടകൾ അങ്ങനെ കാര്യമായി തുറക്കാറില്ല എന്ന് പറയുന്നത് കേട്ടു. രാത്രി വൈകി അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലമല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ഇതിനകത്ത് എന്താ എന്നാലും അവർക്ക് സംഭവിച്ചത്? നാട്ടുകാരുടെ സഹായം ലഭിച്ചിരുന്നു അല്ലേ ആ സമയത്തും? അതെ, അവിടെ നാട്ടുകാരുടെ സഹായം ലഭിച്ചിരുന്നു. കുറച്ച് ആൾക്കാർ അവിടെ എന്തോ ഈ ഇറച്ചി വെട്ടുന്ന കട എന്തോ തുറന്നിരിക്കുകയായിരുന്നു തോന്നുന്നു. അങ്ങനെ എന്തോ നാട്ടുകാരുടെ സഹായം ലഭിക്കുക. അവിടുത്തെ വാർഡ് മെമ്പർ അതിനകത്ത് ആ സമയത്ത് എന്തോ ഇടപെടുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതിനകത്തൊരു കൂടുതൽ പ്രതികരണങ്ങൾ എന്തായാലും നമ്മളെ പ്രതിനിധി സനിസ അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിച്ചേരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നാട്ടുകാരുടെ പ്രതികരണം എല്ലാം നമുക്ക് ലഭ്യം ആകും. ഇനിയിപ്പോൾ അതിന് കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹം ഉള്ളത്. സംസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ കുടുംബം ആലോചിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക. എന്തായാലും അവര് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട പോലുള്ള കാഴ്ച തന്നെ ആയിരിക്കും നെടുമങ്ങാട് അവരുടെ വീട്ടിലും ഉണ്ടാവുക. 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതില് 19 വയസ്സുകാരൻ ഓൺലൈനായിട്ട് ഡിഗ്രി പഠിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് സാധാരണ നാട്ടിൻപുറത്തെ ചെറുപ്പക്കാർ ജോലിക്ക് പോയി സ്വന്തം ഈ നമ്മുടെ പോക്കറ്റ് മണി പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ കാറ്ററിങ്ങിനും മറ്റുമൊക്കെ പോകുന്നത്. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്.